ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററാണ് ദി മേക്കിംഗ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. നാഷണൽ മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായി, നാഷണലിസം ആ ഒരു സ്പിരിറ്റ് എങ്ങനെ ഉണ്ടായി, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ദി മേക്കിംഗ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് 1870s to 1947, 1870 തൊട്ട് 1947 വരെയുള്ള ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുക. ആദ്യം തന്നെ ഇതിൽ കാണിക്കുന്നത് ഒരു പോലീസ് ടിയർ ഗ്യാസ് ഡെമോൺസ്ട്രേഷനാണ്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഡ്യൂറിങ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പോലീസിൻ്റെ കണ്ണീർ വാതക പ്രയോഗമാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കാം. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ് വി ലുക്ക്ഡ് അറ്റ്, നമ്മളിതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ നോക്കി ദ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ടെറിട്ടറീസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് ദ കിങ്ഡംസ്. ബ്രിട്ടീഷുകാർ ടെറിട്ടറീസ് പിടിച്ചടക്കുന്നതും കിങ്ഡംസിനെ പിടിച്ചടക്കുന്നതൊക്കെ നമ്മൾ നോക്കി. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലോസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പുതിയ നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ നോക്കി. ചേഞ്ചസ് ഇൻ ദ ലൈഫ്സ് ഓഫ് ദ പെസൻസ് ആൻഡ് ട്രൈബൽസിൻ്റെയും പെസൻസിൻ്റെയും ജീവിതത്തിൽ വന്ന ചേഞ്ചസിനെ കുറിച്ച് നോക്കി. എഡ്യൂക്കേഷണൽ ചേഞ്ചസ് ഇൻ ദ 19th സെഞ്ച്വറിയിലെ എഡ്യൂക്കേഷണൽ ചേഞ്ചസ്. ഡിബേറ്റ് റിഗാർഡിങ് കണ്ടീഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ കണ്ടീഷനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്. അതുപോലെ തന്നെ ചേഞ്ചസ് ടു ദ കാസ്റ്റ് സിസ്റ്റത്തിൽ വന്ന ചേഞ്ചസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്. അതുപോലെ റിവോൾട്ട് ഓഫ് 1857 റിവോൾട്ട് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്, അത് കഴിഞ്ഞ് അതിൻ്റെ കോൺസിക്വൻസസ്. അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്, ക്രാഫ്റ്റിൻ്റെയും ഇൻഡസ്ട്രീൻ്റെ ഗ്രോത്തിലും വന്ന കുറവുകൾ, ഇതിനെക്കുറിച്ചെല്ലാം നോക്കിയായിരുന്നു. On the basis of what you have read about these issues, do you think Indians were discontented with the British rule? ബ്രിട്ടീഷ് റൂളിനോട് ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല എന്നാണോ ഇത് മനസ്സിലാക്കുന്നത്? ഇഫ് സോ, ഹൗ വെർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസ്സസ് ഡിസ്സാറ്റിസ്ഫൈഡ്? അവരെ പല ഗ്രൂപ്പ്സും പല ക്ലാസ്സസ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു ഇതുമായിട്ട് ഡിസ്സാറ്റിസ്ഫൈഡ്? എന്തിലൊക്കെയായിരുന്നു അവർ ഡിസ്സാറ്റിസ്ഫൈഡ്, അവർക്ക് സംതൃപ്തി ഇല്ലാതിരുന്നത്? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ദി എമർജൻസ് ഓഫ് നാഷണലിസം അത് എങ്ങനെ എമർജ് ചെയ്തു? ദി എബോവ് മെൻഷൻഡ് ഡെവലപ്മെൻറ്റ്സ് ലെഡ് ദി പീപ്പിൾ ടു ആസ്ക് ഫോർ എ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. ഈ മുമ്പ് പറഞ്ഞ ഈ ചേഞ്ചസ് എല്ലാം, ഈ വന്ന ചേഞ്ചസ്, മാറ്റങ്ങളെല്ലാം ആൾക്കാരെ കൊണ്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടാക്കി. വാട്ട് ഈസ് ദിസ് കൺട്രി ഓഫ് ഇന്ത്യ? ഈ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി എന്താണ്? ആൻഡ് ഫോർ ഹൂം ഇറ്റ് ഈസ് മെൻറ്റ്? ഇത് ആർക്ക് വേണ്ടിയാണ് ഇന്ത്യ? ദ ആൻസർ ദാറ്റ് ഗ്രാജുവലി എമേർജ് ടു us, ഇന്ത്യ വാസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളാണ്. ഓൾ ദ പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലാസ്, കളർ, കാസ്റ്റ്, ക്രീഡ്, ലാംഗ്വേജ്, ജെൻഡറോ ലാംഗ്വേജോ കാസ്റ്റോ കളറോ ക്ലാസ്സോ ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇന്ത്യ. ആൻഡ് ദ കൺട്രി, ഇറ്റ്സ് റിസോഴ്സസ്, സിസ്റ്റംസ് വെർ മെൻറ്റ് ഫോർ ഓൾ ഓഫ് ദം. ഈ രാജ്യത്തെ റിസോഴ്സസും സമ്പത്തും അതിൻ്റെ സിസ്റ്റംസും എല്ലാം ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. വിത്ത് ദിസ് ആൻസർ, ഇതാണ് അവർക്ക് കിട്ടിയ ആൻസർ, കെയിം ദി അവയർനെസ് ദാറ്റ് ദ ബ്രിട്ടീഷ് വെർ എക്സസൈസിങ് കൺട്രോൾ ഓവർ ദ റിസോഴ്സസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബ്രിട്ടീഷേഴ്സ് നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ റിസോഴ്സിൻ്റെ മേളിൽ അവർക്കാണ് കൺട്രോൾ. അതുപോലെ നമ്മുടെ ഈ ഇന്ത്യയിലെ ആൾക്കാരെ അവർ കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് അൺടിൽ ദിസ് കൺട്രോൾ വാസ് എൻറ്റഡ്, ഈ ഒരു നിയന്ത്രണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ കുഡ് നോട്ട് ബി ഫോർ ഇന്ത്യൻസ്. അതുവരെ ഇന്ത്യക്കാരുടെ ആവില്ല.
അങ്ങനെ ഒരു ഫീലിംഗ്, സ്ട്രോങ് ഫീലിംഗ് ഇന്ത്യൻസിൻ്റെ മനസ്സിലുണ്ടായി. And the consequences began to be clearly stated by the political associations formed after 1815, especially those who came into being in the 1870s and 1880s. 1870-കളിലും 80-കളിലും വന്ന പൊളിറ്റിക്കൽ അസോസിയേഷൻ, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് അവരുടെ മനസ്സിൽ അവർ ക്ലിയറായിട്ട് ഇത് സ്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി, പറയാനും തുടങ്ങി. Most of those led were English educated professionals such as lawyers. അപ്പോൾ ആ പൊളിറ്റിക്കൽ അസോസിയേഷനിലൊക്കെ ഉള്ളത്, ആ പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽ മെയിനായി ലീഡ് ചെയ്തത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസ് ആയിരുന്നു. ലോയേഴ്സ് അല്ല, വക്കീൽമാർ. ദ മോർ ഇമ്പോർട്ടൻറ്റ് വൺസ് വേർ ദി പൂർണ്ണ സാർവജനിക് സഭ. ആ പൊളിറ്റിക്കൽ അസോസിയേഷൻ്റെ പേരുകളാണ് ഈ പറയുന്നത്. ദി ഇന്ത്യൻ അസോസിയേഷൻ, അതുപോലെ തന്നെ ദി മദ്രാസ് മഹാജൻ സഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ അസോസിയേഷൻസ് എല്ലാം രൂപം കൊണ്ട കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അവരെല്ലാം ക്ലിയറായിട്ട് ഈ ഒരു ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്നും ആ ഒരു നാഷണലിസം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നോട്ട് ദ നെയിം പൂർണ്ണ സാർവജനിക് സഭ. പൂർണ്ണ സാർവജനിക് സഭ എന്ന് പറഞ്ഞാൽ ദ ലിറ്ററൽ മീനിങ് ഓഫ് സാർവജനിക് ഈസ് ഓഫ് ഓർ ഫോർ ഓൾ ദ പീപ്പിൾ. ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി. സർവ എന്ന് പറഞ്ഞാൽ ഓൾ, ജനിക്കുന്ന പറഞ്ഞാൽ പീപ്പിൾ, ജനങ്ങൾ, എല്ലാവർക്കും വേണ്ടിയുള്ള സാർവജനിക് സഭ എന്നൊരു എക്സാമ്പിളാണ് അവർ പറയുന്നത്. ദോ മെനി ഓഫ് ദീസ് അസോസിയേഷൻസ് ഫങ്ഷൻഡ് ഇൻ specific parts of the country, the goals were stated as the goals of all the people of India, not of any one religion, region, community or class. ഈ ഓരോ അസോസിയേഷൻസ് നമ്മളിവിടെ വായിച്ച ഈ അസോസിയേഷൻസിലെ പല അസോസിയേഷൻസും ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്താണെങ്കിലും റീജൻസിലാണെങ്കിലും അവർ വർക്ക് ചെയ്തത് മൊത്തം ഫുൾ കൺട്രിക്ക് വേണ്ടിയിട്ടാണ്, ഫോർ ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആ ഒരു റീജിയനോ ഒരു കമ്മ്യൂണിറ്റിക്കോ ഒരു ക്ലാസ്സിനോ വേണ്ടി ആയിരുന്നില്ല. ദേ വർക്ക്ഡ് വിത്ത് ദ ഐഡിയ ദാറ്റ് ദ പീപ്പിൾ ഷുഡ് ബി സോവറിൻ. ആൾക്കാരെന്ന് പറയുന്നത് അവർ സോവറിൻ ആയിരിക്കണം. സോവറിൻ എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ടു ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി വിതൗട്ട് ഔട്ട് സൈഡ് ഇൻ്റർഫറൻസ്. പുറത്തുനിന്നുള്ള ഒരു ശക്തിയുടെയും നിയന്ത്രണമില്ലാതെ സ്വന്തമായി ആക്ട് ചെയ്യാൻ, സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, അതാണ് സോവറിൻ എന്ന് പറയുന്നത്. ദ മോഡേൺ കോൺഷ്യസ്നെസ് ആൻഡ് കീ ഫീച്ചർ ഓഫ് നാഷണലിസം. നാഷണലിസത്തിൻ്റെ ഒരു കീ ഫീച്ചറാണ് സോവറിനിസം അല്ലെങ്കിൽ സോവറിൻ. ഇൻ അതർ വേർഡ്സ്, they believed that Indian people should be empowered to take decisions regarding their affairs. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റ്, എംപവർമെൻറ്റ്. അതാണ് ഈ എല്ലാ അസോസിയേഷൻസും എയിം ചെയ്തത്. ദ ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ബ്രിട്ടീഷ് റൂൾ ഇൻറ്റൻസിഫൈഡ് ഇൻ 1870s ആൻഡ് 1880s. 1870s 1880s ഈ ബ്രിട്ടീഷ് റൂളുമായിട്ടുള്ള ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതൃപ്തി കൂടി വന്നു. ദ ആർമി ആക്ട് വാസ് പാസ്ഡ് ഇൻ 1878 ആർമി ആക്ട് പാസ് ചെയ്തു, ഡിസലോയിങ് ഇന്ത്യൻസ് ഫോർ പൊസസിങ് ആംസ്. ഈ വെപ്പൺസ് ഒന്നും ഇന്ത്യൻസ് അവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ല, വയ്ക്കാൻ പാടില്ല. ഇൻ ദ സെയിം ഇയർ വെർണക്കുലർ പ്രസ് ആക്ട് വാസ് ഓൾസോ എനാക്റ്റഡ് in an effort to silence those who were critical of the ഗവൺമെൻറ്റിനെ, ബ്രിട്ടീഷേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഒന്നും എഴുതാൻ പാടില്ല എന്നുള്ള ഒരു വെർണക്കുലർ പ്രസ് ആക്റ്റും അവർ കൊണ്ടുവന്നു. ദ ആക്ട് അലോഡ് ദ ഗവൺമെൻറ് ടു confiscate the assets of newspaper including their printing presses if the newspaper published anything that is found objectionable ആയിട്ടുള്ള, ബ്രിട്ടീഷേഴ്സിനെതിരായിട്ടുള്ള എന്തെങ്കിലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സമ്പത്തും അവരുടെ പ്രിൻറ്റിങ് പ്രസ്സും എല്ലാം എടുക്കാനുള്ള, അല്ലെങ്കിൽ അതിനെല്ലാം വേണ്ടെന്ന് വയ്ക്കാനുള്ള, അതിനെല്ലാം നിർത്താനുള്ള ഒരു ആക്റ്റായിരുന്നു ഈ വെർണക്കുലർ പ്രസ് ആക്ട്.
അപ്പോൾ in 1883 there was furore over the attempt by government to introduce ഇൽബർട്ട് ബിൽ. ഒരു ഇൽബർട്ട് ബിൽ എന്ന് പറഞ്ഞ വേറൊരു ബില്ലും കൂടി ഉണ്ടായിരുന്നു. ദ ബിൽ പ്രൊവൈഡഡ് for the trials of British or European persons by Indians and sought equality between British and Indian judges in the country. British ജഡ്ജസിനും ഒരേ ഈക്വാലിറ്റി വേണമെന്നുള്ള ഒരു ബില്ലായിരുന്നു അത്. ബട്ട് when the white opposition forced government to withdraw the bill, ഈ വൈറ്റ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷേഴ്സ് ആ ബില്ല് വിഡ്രോ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്തു ഗവൺമെൻറ്റിനെ. ഇന്ത്യൻസ് വെർ എൻറേജ്ഡ്. ഇന്ത്യൻസിന് അതിഷ്ടമായില്ല. ദ ഇവൻ്റ് ഹൈലൈറ്റഡ് ദി റേഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ ഒരു റേഷ്യൽ ആറ്റിറ്റ്യൂഡ് അത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. The need for an all-India organization of educated Indians had been felt since 1880 തൊട്ട്. എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിൻ്റെ ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ അത് വേണമെന്നുള്ള ഒരു നീഡ് ഫെൽട്ടായി. ബട്ട് ദി ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഡീപ്പൻഡ് ദിസ് ഡിസയർ. ഈ ഡിസയറിന്, ഈ ആവശ്യത്തിന് കുറച്ചും കൂടി സിവിയറായ ആഗ്രഹം വന്നു ഈ ഇൽബർട്ട് ബില്ല് പാസ്സാവാണ്ടായപ്പോൾ. ആ ഒരു കോൺട്രവേഴ്സി കാരണം. The Indian National Congress was established when 72 delegates from all over the country met at Bombay in December 1885. December 1885 72 ഡെലിഗേറ്റ്സും ഇന്ത്യയിൽ മൊത്തമുള്ള പല രാജ്യത്തും പല സ്ഥലത്തു നിന്നുള്ള 72 പേര് ഒരുമിച്ച് കൂടി ബോംബെയിൽ ഒരുമിച്ച് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിൽ ഉള്ളത് മെയിനായിട്ടുള്ള ദി ഏർലി ലീഡർഷിപ്പിലുണ്ടായിരുന്നത് ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, പിന്നെ ബദ്രുദ്ദീൻ ത്യാബ്ജി, WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, രമേശ് ചന്ദ്ര ദത്ത്, S. സുബ്രഹ്മണ്യ അയ്യർ, എമംഗ് അതേഴ്സ്, വാസ് ലാർജ്ലി ഫ്രം ബോംബെ ആൻഡ് കൽക്കട്ട. വേറെ ആൾക്കാരുണ്ടായിരുന്നു ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നുള്ള. Naroji, a businessman and a publicist, settled in London and for a time member of the British Parliament, guided the younger nationalists. ഈ നവറോജി ആയിരുന്നു ഒരു ബിസിനസ്മാനും പബ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ someone who publishes an idea by circulating information സർക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റൈറ്റിംഗ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ സ്പീച്ചസ് വഴി മീറ്റിങ്ങുകൾ നടത്തിയൊക്കെ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്യുന്ന ആളാണ് പബ്ലിസിസ്റ്റ്. അപ്പോൾ ഈ ലണ്ടനിൽ സെറ്റിലായ ഈ നവറോജി ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മെമ്പർ കൂടിയായിരുന്ന ആൾ. ഹി ഗൈഡഡ് ദി യങ്ങർ നാഷണലിസ്റ്റ്. ഇവരെല്ലാം ഗൈഡ് ചെയ്യാനായിട്ട് ഈ നവറോജി ഉണ്ടായിരുന്നു. എ റിട്ടയർഡ് ബ്രിട്ടീഷ് ഓഫീഷ്യൽ A.O. ഹ്യൂം ഓൾസോ പ്ലേഡ് എ പാർട്ട് ഇൻ ബ്രിങ്ങിങ് ഇന്ത്യൻസ് ഫ്രം വേരിയസ് റീജിയൻസ് ടുഗെദർ. പല സ്ഥലത്തു നിന്നും ഒരുമിച്ച് കൂട്ടാനായിട്ട്, ഇന്ത്യൻസിനെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ഒരു റിട്ടയർഡ് ബ്രിട്ടീഷ് ഒഫീഷ്യലായ A.O. ഹ്യൂം വരെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദാദാഭായ് നവറോജി. നവറോജീസ് ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഓഫേർഡ് എ scathing criticism of the economic impact of British rule. Dadabhai Naoroji. Who did the Congress seek to speak for? A newspaper, the Indian Mirror, wrote in January 1886. 1885 Indian National Congress അതിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് നാഷണൽ കോൺഗ്രസ് അറ്റ് ബോംബെയിലായിരുന്നു ഈസ് ദി ന്യൂക്ലിയസ് ഓഫ് ദി ഫ്യൂച്ചർ പാർലമെൻറ്റ്. ഇത് ഫ്യൂച്ചർ പാർലമെൻറ്റിൻ്റെ നമ്മുടെ കൺട്രിയുടെ ഫ്യൂച്ചർ പാർലമെൻറ്റിൻ്റെ ഒരു ന്യൂക്ലിയസ് ആണ്. ആൻഡ് വിൽ ലീഡ് ടു ഗുഡ് ഓഫ് inconceivable magnitude for our countrymen. Badruddin Tyabji addressed the Congress as president in 1887. Thus, this Congress is composed of representatives not of any class or community of India, but all the different communities of India. പിന്നെ അടുത്ത പാഠം നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.